ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും. നല്ല റീഡിങ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന്. എന്താണ് നമുക്ക് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ലവേഴ്സ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് സോർഡ്സ്. നമുക്ക് ആദ്യം തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ 3 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. 6 ഓഫ് കപ്സ് വന്നിരിക്കുന്നു. ലവേഴ്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. അതുപോലെ തന്നെ 5 ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. അപ്പം നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റില് തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. ഏസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തുടക്കം വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു വലിയ നദിയിൽ നിന്ന് ഒരാൾ പൊങ്ങി വരികയാണ്. എന്താണ് തലയിൽ? എന്താണ്? ഒരു വലിയ പെന്റക്കിളാണത്. ധനമാണ്, സാമ്പത്തികം എടുത്തുകൊണ്ട് വരികയാണ്. സാമ്പത്തികം ലഭിച്ചതായിട്ട് ഉള്ളതിന്റെ സന്തോഷം അനുഭവിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് അത് മുങ്ങിത്തപ്പി എടുത്തുകൊണ്ട് വരുന്നത് പോലെയാണ് ഈ ഒരു വ്യക്തി ഇത് കൊണ്ടുവരുന്നത്. കിരീടം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതിന് അർഹതയുണ്ട്. അപ്പൊ ഈ പെന്റക്കിൾ ഇത് നേടാനായിട്ട് ഇദ്ദേഹത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചുറ്റിനും സമൃദ്ധിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഫിഷിന്റെ വാല് കാണാതെ. അപ്പൊ ഇതൊരു ലക്കാണ്, ഭാഗ്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഭാഗ്യം വരുന്നു നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളിലുള്ള ഭാഗ്യമാണ് ഈ ഒരു സാമ്പത്തികം ഇപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു തുടക്കം വരുന്നുണ്ട്. ഏസ് തുടക്കമല്ലേ, സണ്ണിന്റെ എനർജിയാണ്, സന്തോഷത്തിൻ്റെതായ എനർജിയാണ്, പുതു വെളിച്ചത്തിന്റെ എനർജിയാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു, സാമ്പത്തികത്തിന്റെ ഒരു ഇല്ലായ്മ നിമിത്തം ഒരുപാട് വിഷമം അനുഭവിച്ചിരുന്ന ചില ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു സാമ്പത്തികത്തിന്റെ എനർജി വന്നിരുന്നെങ്കിലെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കണം ഈ ഒരു സാമ്പത്തികം ലഭിക്കുന്നത്. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്കൊരു വരുമാന മാർഗം വരുന്നു. പുതിയതായിട്ട് ഒരു ജോലി ലഭിക്കാൻ പോകുന്നു. അതുപോലെ പുതിയ ഒരു വരുമാന മാർഗവും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അത് അർഹതപ്പെട്ടതാണ്. കാരണം എന്താണ്? ഇവിടെ കിരീടം വെച്ച രാജാവല്ലേ. അപ്പൊ ഈ വ്യക്തിക്ക് ഇത് അർഹതപ്പെട്ടതാണ് ഈ ഒരു സാമ്പത്തികം. അതുപോലെയാണ് നിങ്ങളിൽ പലർക്കും ഇവിടെ അർഹതപ്പെട്ടതായ ധനം വന്നു ചേരുന്നു എന്നുള്ളതാണ്. അർഹതപ്പെട്ട സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി പ്രയത്നിച്ചിട്ടുണ്ടാവണം. ആ ജോലി ലഭിക്കുന്നതിന്റെ ആവണം, അല്ലെങ്കിൽ ആ ജോലി ലഭിച്ചതിന്റെ ഫസ്റ്റ് സാലറി ലഭിക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങൾ ഇവിടെ ഇതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവണം. അത് നിങ്ങളുടെ ഭാഗ്യസമയമായപ്പോൾ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു തുടക്കമാണ്. ഇവിടെ വരുമാന മാർഗങ്ങളുടേതായ ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് എല്ലാ തവണയും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്.
മനസ്സിലായി? ഈ ഒരു വരുമാന മാർഗം നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെതായ ഒരു സ്രോതസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾക്കിനി ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു തുടക്കം വന്നിരിക്കുന്നു, സമ്പത്തിൻ്റെതായ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ് ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് നിങ്ങളിവിടെ 2-3 പേരൊക്കെ കൂടിച്ചേർന്ന് ആരുടെയെങ്കിലും വലിയ ഒരു ധനാഢ്യനായ വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കീഴിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അവിടെ നിന്ന് നിങ്ങൾ കിട്ടിയതൊക്കെയും അവർക്ക് കൊടുക്കുന്ന എനർജിയാണ്. അവർക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് നിങ്ങൾ അതിൻ്റെതായ ശമ്പളം വാങ്ങുന്നു. മനസ്സിലായി? അതിൻ്റെതായ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നു, അതിൻ്റെ ആ ഒരു പങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ 2-3 പേർ കൂടി ചേർന്നുള്ള ഒരു ജോലിയാണ്. 3 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 3 പേർ കൂടി ചേർന്ന് എന്തോ ഒരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് മാർഗങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് മണി ഏൺ ചെയ്യാനായിട്ട്, അങ്ങനെ ആ മണി ഏൺ ചെയ്ത് കിട്ടുന്നത് ആ ഒരു ആളിന് കൊടുക്കുകയാണ്, അതിന്റെ യജമാനന് കൊടുക്കുന്നു, അതിൽ നിന്ന് നിങ്ങൾ അതിന്റെ പ്രതിഫലം പറ്റുന്നു എന്നുള്ളതുമാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇവിടെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഇത് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ വിലക്കപ്പെട്ടത് ഭക്ഷിച്ച നിമിത്തം ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പണ്ടത്തെ ചില ഐതിഹ്യ കഥകളിൽ ആണ് ചില കാർഡുകളൊക്കെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ആദവും അവയും ഒക്കെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, അങ്ങനെയല്ലേ അവരൊന്നാകുന്നതും പിന്നീട് മുന്നോട്ട് വരുന്നതും. അപ്പോൾ ഇവിടെ ആണിന് കൂട്ട് പെണ്ണ്, പെണ്ണിന് കൂട്ട് ആണായിട്ട് വരുന്നതല്ലേ. ഇവിടെ അങ്ങനെ ഒരു ഐതിഹ്യമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു യജമാനന്റെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു അവർ വിലക്കിയ ഒരു കനി ഫ്രൂട്ട് ഭക്ഷിച്ച നിമിത്തം മുന്നോട്ട് വരുന്ന എനർജിയാണ്. അത് നിമിത്തം മറ്റൊരാളിനോട് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ കണക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ എന്തൊക്കെയോ ആരോടെങ്കിലും ചിലപ്പോൾ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ടാവാം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ടാകാം. അപ്പൊ ഈ ഒരു സാഹചര്യം വരണം. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാവാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാവാം, എങ്ങനെയായാലും സോഷ്യൽ മീഡിയ വഴിയാവാം, ഏതെങ്കിലും തരത്തിലായാലും നിങ്ങൾക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. ആ ഒരു കണക്ഷൻ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് നല്ലതുപോലെ വീണ്ടും നല്ലൊരു ലൈഫിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്. ഇത് ഡിവൈനായിട്ട് കൊണ്ടുതന്ന ലവ് ആണ്. അപ്പൊ പിന്നെ ഇത് ഒരിക്കലും പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരിക്കലും പിരിഞ്ഞു പോകാത്ത ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, എന്താ വളരെയധികം സോൾമേറ്റ് കണക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ആത്മമിത്രങ്ങളാണ്. ആ ഒരു ആത്മാവിന് മറ്റേ മിത്രമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ കുറെ കാലം പിരിഞ്ഞിരുന്നാൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ പോലെയാണ്. പിരിഞ്ഞിരുന്നാൽ തന്നെ വീണ്ടും കൂടിച്ചേരുന്ന എനർജി. ഒരാൾക്ക് മറ്റൊരാളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇത് വന്നിരിക്കും. ഇവിടെ ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കണക്ഷന് നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ കണക്ഷൻ ഒരിക്കലും വിട്ടുപിരിയുന്നില്ല എന്ന് പറയാൻ നമുക്കിവിടെ പറ്റുന്നത്. ഇവിടെ കണ്ടില്ലേ? അപ്പോൾ അതാണ്, അങ്ങനെയുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അടുത്തതായിട്ട് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ പണ്ടങ്ങോ സ്നേഹം നടിച്ചിരുന്നവരെ മിസ് ചെയ്യുന്ന എനർജിയാണ്. ഇവിടെ കണ്ടില്ല, ഒറ്റയ്ക്കിരിക്കുകയാണ്. 6 കപ്സ് ഉണ്ട്. ഇവിടെ ഒറ്റയൊരു കപ്പുമായിട്ട് നോക്കിയിരിക്കുകയാണ്. ആരോ വന്നു ചേരാനുണ്ട്. ഇവിടെ 5 ഉണ്ട്. ഈ 5നെയും നോക്കുന്നില്ല. പക്ഷെ ഇത് പാസ്റ്റ് ലൈഫിൽ കടന്നുപോയ ഏതോ ഒരു സുഹൃത്തിന് വേണ്ടിയുള്ള നോക്കിയിരിപ്പാണ് എന്നാണ് കാണുന്നത്. മറ്റ് ചില കാർഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവർ വന്നു ചേർന്ന് സമ്മാനം കൈമാറുന്ന എനർജി ആണെങ്കിൽ ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബൊക്കയുണ്ട്, അവർക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അവർക്ക് കൊടുക്കാനായിട്ട് സ്നേഹവും ഉണ്ട്.
അപ്പൊ അങ്ങനെ ഒരു നോക്കിയിരിപ്പാണ്, ഒരു വെയിറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈഫിൽ അല്ല എങ്കിൽ നിങ്ങൾ മുൻപേ തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലത്ത് തന്നെ നല്ലതുപോലെ സ്നേഹം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ സ്നേഹം കിട്ടിയിരുന്ന ഒരു വ്യക്തി ഇവിടെ മിസ്സായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു ഫ്രണ്ടിന് വേണ്ടി, ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. ഈ ഒരു സ്നേഹം സിൻസിയർ ആണ്. മനസ്സിലായി? എത്ര നാൾ കഴിഞ്ഞാലും അവരെ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരെ ഓർത്തിട്ട് അവർ വരുമ്പോൾ ഇത് പറയണം, അല്ലെങ്കിൽ ഇത് സമ്മാനം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാം, കപ്പിൾസ് ആവാം. അങ്ങനെ ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അത് വന്നു ചേരുന്ന എനർജിയാണ്. ഇവിടെ ഒന്നിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കൊരു വെയിറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണർ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് അൺകണ്ടീഷണൽ ലവ് ആണ്, സിൻസിയർ ആണ്. മനസ്സിലായോ? ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സ്നേഹബന്ധമാണ് ഇവിടെ നിലനിർത്താൻ കഴിയുന്നത്. 6 എന്ന് പറയുമ്പോൾ 6 ഒരു മാറ്റത്തെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റത്തോടു കൂടിയുള്ള ഒരു പുതിയ ഒരു കണക്ഷൻ വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഞാൻ പറയുന്നത് അനുസരിക്കണം, എനിക്ക് നീ അടിമയാവണം, ഈഗോയാണ് ഇവിടെ. നിങ്ങൾക്ക് ഉള്ളിൽ അല്പമെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ടെന്ന് വെക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കി വേണം മറ്റുള്ളവരോട് പെരുമാറാൻ. താഴ്മ താൻ അഭ്യുന്നതി എന്നല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ താഴ്മയാണ് നിങ്ങളെ ഉയരത്തിലെത്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കുള്ളിലുള്ള അഹംഭാവം നിങ്ങളെ ഉയരത്തിൽ ഒരിക്കലും കൊണ്ടുവരില്ല. മനസ്സിലായോ? ക്ഷമ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിനയം ഉണ്ടായിരിക്കണം. ആ ഒരു വിനയത്തിലാണ് നിങ്ങളുടെ ഉയർച്ച ഏറ്റവും വലിയ തരത്തിലേക്ക് എത്തിക്കുന്നത് ഡിവൈൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, എന്നെ പോലെയുള്ളതാണ് മറ്റൊരു വ്യക്തി, എല്ലാം മനോഹരങ്ങളായ സോളുകളാണ്. എൻ്റെ സോൾ തന്നെയാണ് മറ്റൊരാളിലും ഉള്ളത്. ഇതാണ് വിചാരിക്കേണ്ടത്. ഞാനെന്ന വ്യക്തി തന്നെയാണ് മറ്റൊരാളിലും. അപ്പൊ ഈ വ്യക്തിയാണ് മറ്റൊരാളിനെ കാണുന്നത്, എന്നെ തന്നെയാണ് ഞാൻ മറ്റൊരാളിലും കാണുന്നത്. ഞാനും ഒരു ദൈവികമായ എനർജി, നിങ്ങളും ഒരു ദൈവികമായ എനർജി. മനസ്സിലായി? ഞാനും ദൈവം, നീയും ദൈവം. അതാണ് പറയേണ്ടത്. യാതൊരു വ്യത്യാസവുമില്ല. ആ ഒരു എനർജിയിൽ വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഒരാളിനെ അടിച്ചിട്ടിട്ട് ചിരിക്കുന്ന എനർജി, ഞാൻ വലിയ ആളാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു ഈഗോ ഉണ്ടല്ലോ, അത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതല്ല. അത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അതിനെ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം, അപ്പം തന്നെ നിങ്ങൾ അതിനെ കളയണം. മനസ്സിലായോ? എനിക്കിത് വേണ്ട, എനിക്കിത് ആവശ്യമില്ലാത്ത എനർജി ആണല്ലോ, ഒരിക്കലും അങ്ങ് തോന്നാൻ പാടില്ലല്ലോ എന്ന് പെട്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് അതിനെ അപ്പോൾ തന്നെ നിങ്ങൾക്കത് ഉപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ളത്, എനിക്ക് അടിമയാവണം, എൻ്റെ കാൽക്കീഴിൽ ഇരിക്കണം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ. അപ്പൊ അത് വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഈഗോ പാടില്ല. അതുപോലെ മറ്റൊരാളിനെ അനുസരിപ്പിക്കാനായിട്ട് നോക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതൊക്കെ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ഈഗോ എടുക്കുന്ന ആളിനേക്കാളും കൂടുതൽ ബ്ലെസ്സിങ്സ് കിട്ടുന്നത് എന്താണ്? അത് അനുസരിക്കപ്പെടുന്ന ആളിന് തന്നെയാണ്. മനസ്സിലായി? നിങ്ങൾ ആരോടെങ്കിലും ഈഗോ കാണിച്ചോ, അത് മറുവശത്ത് നിൽക്കുന്ന ആളിനാണ് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത്. നിങ്ങൾക്ക് അത്രമാത്രം നാശവും വരും. നിങ്ങൾക്ക് ഉയർച്ച വരില്ല, മറ്റവർക്കാണ് ഉയർച്ച വരാൻ പോകുന്നത്. അവരുടെ കുറച്ച് സമയദോഷം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം അവർക്ക് വന്നത്. അപ്പോൾ ഇവർക്കാണ് വീണ്ടും ഉയർച്ച വരാൻ പോകുന്നത്. ഈഗോ നിമിത്തം നിങ്ങൾ നശിക്കുകയാണ് ചെയ്യുന്നത്. അഹംഭാവം ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ്റെ എനർജി വന്നിരിക്കുന്നു. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്.
ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. വളരെയധികം ആവേശത്തോട്, കണ്ടില്ലേ, എന്തോ കാര്യം സാധിക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്തോ കാര്യം പെട്ടെന്ന് സാധിക്കാനുണ്ട്, കോൺഫിഡന്റ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. ആ കാര്യം സാധിക്കാൻ വേണ്ടി വളരെയധികം ആവേശത്തോടുകൂടി എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒന്ന് സമ്മാനിക്കാനായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു മെസ്സേജ് തരാനായിട്ട് വരുന്നുണ്ട്, നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ആരോ വരുന്നുണ്ട്. മനസ്സിലായി? അത് ചിലപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് കൂടിച്ചേരാനുള്ള എനർജി ആവാം. ഇവിടെ ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ, കണ്ടില്ലേ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. അതുവഴി നിങ്ങളെ മറ്റുള്ളവർ അനുസരിച്ച് നിൽക്കുന്നു. എന്തിനേയും നിങ്ങൾക്ക്, ഏതൊരു തരത്തിലുള്ള പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ഇവിടെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? അതാണ് ക്യൂൻ ഓഫ് വാൺസ്. നിങ്ങളുടെ സമൂഹത്തിൽ ഒരുപാട് ഉയരത്തിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഓഫീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കും. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒരു സിംഹത്തെ ചങ്ങലക്കിട്ട് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സിംഹം പോലും നിങ്ങളുടെ ആജ്ഞ അനുസരിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം നിങ്ങൾക്ക് ഒരു സ്ഥാനം വരുന്നുണ്ട്, ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാനായിട്ടൊരു എനർജി വരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ആവേശത്തെ തരുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. മൂൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ചന്ദ്രന്റെ എനർജി അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മുൻപേ തന്നെ. മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരു പടി മുൻപേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ അടുത്ത നിമിഷം, ആ ഒരു നിമിഷം കുഴങ്ങി നിൽക്കും, പക്ഷെ അടുത്ത നിമിഷം നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ലഭിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചിന്തിച്ചത് എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. ഒരു നിമിഷം പറ്റുന്നില്ല, എന്താണ് മുന്നോട്ട് പോകുന്നത്, കുഴങ്ങി നിൽക്കുകയാണ്, പക്ഷെ അടുത്ത നിമിഷം നിങ്ങളിലേക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. കാരണം ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. ഇവിടെ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നിങ്ങളിലേക്ക് തിരിച്ചറിവ് വരാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു, തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക്, കണ്ടില്ലേ, വളരെയധികം ഐശ്വര്യപൂർണമായ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആരെയോ മിസ് ചെയ്തിരിക്കുന്നു നിങ്ങൾ. ഇവിടെയും സ്നേഹത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതൊരു ദൈവികമായ സ്നേഹമാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ദൈവികമായ ഒരു സ്നേഹമാണ്. ഇവിടെ ജലത്തിൽ നിന്നുമാണ് ഉയർത്തെഴുന്നേറ്റ് സ്നേഹം കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഇമോഷൻസ് കൂടുതൽ ഉണ്ടാകുന്ന ഇവിടെ നിന്നാണ്. നമ്മളൊരു കപ്പിനകത്ത്, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഒരു കപ്പിനകത്ത് നമ്മൾ ജലം എടുക്കുന്നു. ആ ജലത്തിലേക്ക് ഒരു ചെറിയൊരു കല്ലെടുത്തിടുമ്പോൾ അതിൽ ഓളങ്ങൾ പ്രകാരം ഉണ്ടാകുന്നു. അതുപോലെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഓളങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ് ആണ്. ഒരുപാട് ഇമോഷൻസ്. എന്താണ്? സ്നേഹിക്കുന്ന വ്യക്തിയെ കാണാനുള്ള ആഗ്രഹമാണ്. അവർ വന്നു ചേരാൻ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനോ, എന്തായാലും അവരെ കാണാതെ പറ്റുന്നില്ല. ഹൃദയം നിറഞ്ഞൊഴുകുന്ന ചില വികാരങ്ങൾ ഇവിടെ ഹൃദയം നിറഞ്ഞൊഴുകുന്ന, പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞൊഴുകുന്ന ഒരു ലവ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് സമ്മാനിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. തന്നിലുള്ള തൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തെ മറ്റൊരാളിന് സമ്മാനിക്കാൻ വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾക്ക് സമ്മാനിക്കാൻ വേണ്ടി ഇവിടെ നോക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഏതോ വ്യക്തികളെ മിസ് ചെയ്യുന്ന എനർജിയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ആരോ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നു. നമുക്കിവിടെ ഒറാക്കിൾ കാർഡ്സ് ഒന്ന് എടുക്കാവേ. വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന റൈപ്നെസ് ആണ്. നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് സമയമായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, അത് എപ്പോൾ നടക്കും എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹങ്ങളുടെ സഫലീകരണം ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. മനസ്സിലായി? ബൈക്കിൽ വന്നിരിക്കുന്ന എന്താണ്? ഫുൾ കാർഡാണ്. ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. പാസ്റ്റിൽ
കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും പ്രകാശത്തോടുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അവിടെ അതിനെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരാൻ ഇവിടെ സാധിക്കുന്നു. മുന്നോട്ട് വന്നിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഇന്നർ വോയിസ് ലഭിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഇവിടെ പറഞ്ഞാലേ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്നർ വോയിസ് ആണ്. അപ്പോൾ ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ഉൾവിളികൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതായത് ശ്വാസത്തിന്റെ നിയന്ത്രണം ശരിയായ രീതിയിൽ ആർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അവിടെയാണ് ആ ശ്വാസ നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്നർ വോയിസ് ഉണ്ടാകുന്നത്. ഇവിടെ അതാണ് ഇന്നർ വോയിസ്. കണ്ടില്ലേ? അപ്പോൾ ഉൾവെളിച്ചത്തിലൂടെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾക്ക്, ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുക. എന്താണ്? അവിടെ ഈശ്വര ചൈതന്യം സ്ഥിതി ചെയ്യുന്നു. ആ ഈശ്വര ചൈതന്യത്തിലൂടെയാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് എങ്ങനെ പോകണം, ഇന്ന് മുന്നോട്ട് എങ്ങനെ പോകണം, ഇന്ന് എന്തൊക്കെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെ ചെയ്താൽ ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നതായിരിക്കും. ഇവിടെ കോംപ്രമൈസ് കണ്ടല്ലേ? ഇവിടെ കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ലവേഴ്സിന്റെ എനർജിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ലവേഴ്സ് ഉണ്ട്, 6 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി സ്നേഹത്തിൻ്റെതായ, പ്രണയത്തിൻ്റെതായ എനർജി ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നു. അപ്പോൾ കോംപ്രമൈസ് ചെയ്ത് പോകാനായിട്ട് 6 ആണ് ഇവിടെ നമ്പർ. ഇവിടെ മറ്റ് 6 ഓഫ് കപ്സ് നമുക്ക് വന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ 6 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടിച്ചേരാനുള്ള എനർജിയാണ്. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളോടൊപ്പം തന്നെ ചേർന്ന് മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് വരുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് നല്ലതുപോലെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ, സ്നേഹം ഉള്ളപ്പോഴാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. രണ്ടുപേരും നല്ല കാണുന്നവരുടെ കണ്ണിന് നല്ല 2 ദമ്പതികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾക്കിടയിലാണ് ആ സൗഹൃദം കൂട്ടേണ്ടത്. നിങ്ങൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ എങ്ങനെയാണ് അവിടെ നല്ല കപ്പിൾസ് എന്ന് പറയാൻ പറ്റുന്നത്? മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഒരാളിനെ ബ്ലെയിം ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ കോംപ്രമൈസ് ആകുന്നത്? അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ അവിടെ നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത്, പരസ്പരം ഹീൽ ചെയ്ത്, പരസ്പരം റെസ്പെക്ട് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോഴാണ് അവിടെ സന്തോഷം നിറയ്ക്കാൻ കഴിയുന്നത്. ഒരു ഫാമിലിയിൽ ഒന്നിച്ച് സന്തോഷം നിലനിർത്തിയില്ല എങ്കിൽ അവിടെ എന്താണ് പിന്നെ ജീവിതം? എന്താണ്? എന്തിനാണ് ജീവിക്കുന്നത്? ഒരുപാട് പണം സമ്പാദിച്ചു അല്ലെങ്കിൽ ഒരുപാട് ധനം സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനോടൊപ്പം തന്നെ സമാധാനവും സന്തോഷവും കൂട്ടിക്കലർത്തിയെങ്കിൽ മാത്രമേ ഒരു ജീവിതം നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്താണ്? കറേജാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ? ഈ കറേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ധൈര്യം നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. എന്തിനും ഏതിനും ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഈ ഒരു ചെടി വന്നിരിക്കുന്നത്. കണ്ടല്ലോ? ഇവിടെ ഈ ഒരു ചെടി അതിന്റെ മനോധൈര്യത്തിലൂടെയാണ് ഇവിടെ പ്രകാശം പരത്തുന്നത്. ഇവിടെ കണ്ടില്ലേ? ഐശ്വര്യത്തിലൂടെ വരികയാണ്. ഇവിടെ പാറക്കെട്ടിന്റെ ഇടയിലൂടെ വെള്ളമില്ല, വളമില്ല, വളവും ജലവും ഒന്നുമില്ലാതെയാണ്. ആരും പരിരക്ഷിക്കുന്നില്ല, ആരും പരിചരിക്കുന്നില്ല, ശുശ്രൂഷിക്കുന്നില്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും കാറ്റത്ത് ചിലപ്പോൾ ഒരു വിത്ത് ഇവിടെ എങ്ങാനും വീണിട്ടുണ്ടാവണം. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ 8 ആണ് നമ്പർ. കറേജ് കണ്ടില്ല? 8 ആണ് നമ്പർ. ഇവിടെ അബണ്ടൻസിന്റെ നമ്പറാണ്, ഇവിടെ സമൃദ്ധി. എന്നിട്ടും ആ ഒരു ചെടി ഇവിടെ സമൃദ്ധി കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും പുഷ്പിക്കുന്നു, അവിടെ പ്രകാശം പരത്തുന്നു, ചുറ്റിനും ഐശ്വര്യമുണ്ട്. കണ്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ധൈര്യമുണ്ടോ? മനോധൈര്യമുണ്ടോ? പവർഫുൾ ആണോ നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ വിടർന്നു പുഷ്പിച്ച ചെടികളെ പോലെ സന്തോഷിച്ച് പരിലസിച്ച് നിൽക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ പറ്റും. ഇവിടെ ഇന്നസെൻസ് ആണ്, നിഷ്കളങ്കത. കണ്ടില്ല? എത്ര പ്രായമായാലും ശരി മറ്റു ജീവികളെ സ്നേഹിക്കുകയും അവയോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ ചിരി കണ്ടില്ലേ ഈ ഒരു വ്യക്തിയുടേത്? ഇന്നസെൻസ്, നിഷ്കളങ്കത, മനസ്സിലെ കളങ്കമില്ലായ്മ. അതാണ് ഇവിടെ ഇത്രകാലം നല്ലതായിട്ട് ജീവിക്കാൻ ഈ ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ചത്. വീണ്ടും അത് മറ്റുള്ളവയോട്, മറ്റുള്ള ജീവജാലങ്ങളോടൊക്കെയും സ്നേഹം കാണിക്കണം. സ്നേഹിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ്, ഇനി അങ്ങ് അടിച്ചു കൊല്ലാം എന്നുള്ള വിചാരം ഒരിക്കലും ശരിയല്ല.
എല്ലാത്തിനെയും സ്നേഹിക്കുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ തന്നെ തന്നെ സ്നേഹിക്കുക ആദ്യം. മനസ്സിലായി? ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.